സാഭിമാനം സാഹിത്യനഗരം. കോഴിക്കോടിന് സാഹിത്യനഗര പദവി കിട്ടിയതിനു പിന്നിൽ നിരവധി എഴുത്തുകാരുടെയും സാംസ്കാരിക പ്രവർത്തകരുടെയും അശ്രാന്ത പരിശ്രമം കൂടിയുണ്ടെന്ന് നിസ്സംശയം പറയാം. സഞ്ചാര സാഹിത്യം മലയാളികൾക്ക് അനുഭവവേദ്യമാക്കിയ SK പൊറ്റക്കാടിന്റെ രചനകൾ അനുഭവയാത്രകളായിരുന്നു. അതിരാണിപ്പാടത്തെ പുതിയ തലമുറയുടെ കാവൽക്കാര, അതിക്രമിച്ചു കടന്നത് പൊറുക്കൂ. പഴയ കൗതുക വസ്തുക്കൾ തേടി നടക്കുന്ന ഒരു പരദേശിയാണ് ഞാൻ. എഴുത്തിലും ഇത്തരം അനുഭവയാത്രകളുണ്ട്. കുട്ടിക്കൃഷ്ണമാരാർ ദൂരയാത്ര പോകാതെയാണ് കടലിനേക്കാൾ ആഴവും പരപ്പുമുള്ള ഭാരത പര്യടനം എഴുതിയത്. മഹത്തായ ഏത് നോവലിനേക്കാളും ഉയരത്തിൽ തന്നെയാണ് ഭാരത പര്യടനത്തിന്റെ സ്ഥാനം. SK കടൽ കടന്നു പറന്നപ്പോൾ കുട്ടിക്കൃഷ്ണമാരാർ മനസ്സു കടന്നു പറന്നു. നാം ഇതുവരെ കാണാത്തവരെ കാണിച്ചു തന്നു, ഇതുവരെ കാണാത്ത കുരുക്കുകൾ അഴിച്ചു തന്നു. ഞാൻ വിധിയാവണ്ണം അധ്യയനം ചെയ്തു, ദാനം ചെയ്തു, ഭൂമി അടക്കി വാണു, രാജാക്കന്മാരുടെ തലയ്ക്ക് മീതെ നിന്നു, ദേവോചിതമായ ഭോഗങ്ങളും അനുഭവിച്ചു, ക്ഷത്രിയരിഷ്ടപ്പെടുന്ന കൊലയുമേറ്റു. എന്റേതിനേക്കാൾ നല്ല അവസാനം ആർക്കുണ്ട്? നേശേ ബലസേതി ചരേത ധർമ്മം. ഏതൊക്കെ തലത്തിലാണ് മാരാർ വായിച്ചത്? പ്രൂഫ് റീഡർ എന്നുള്ളത് തെറ്റ് തിരുത്തുന്നവൻ മാത്രമല്ല, തെറ്റിലേക്ക് വഴി നടത്താതെ വായനക്കാരെ നയിക്കുന്നവൻ കൂടിയാണ്. ന ഋഷി കവി. ഋഷിയല്ലാത്തവൻ കവിയല്ല. എഴുത്തുവഴി ഓരോരുത്തരും ഓരോ മൺപുറ്റിൽ സ്വയമേവ പുതഞ്ഞു പോവും. മാ നിഷാദ എന്ന് പറയാൻ തക്ക ഉൾക്കരുത്ത് കാണിക്കും. ജീവിതത്തിൽ നിന്ന് വലിച്ചു ചീന്തിയ ഒരേടാണ് ബാല്യകാലസഖി. അതിന്റെ വക്കുകളിൽ രക്തം പൊടിഞ്ഞിരിക്കുന്നു. നോവൽ സാഹിത്യ ചരിത്രത്തിൽ MP പോൾ കുറിച്ച വാക്കുകൾ. ബാല്യകാലസഖി മാത്രമല്ല, ഈ മണ്ണിൽ എഴുതപ്പെട്ട നോവലുകളെല്ലാം മനസ്സിൽ രക്തം പൊടിയാതെ വായിക്കാൻ കഴിയാത്തവ. നോവലുകൾ മാത്രമല്ല, കഥകളും നാടകങ്ങളും അപൂർവം ചില കവിതകളും. ചങ്കിടിപ്പോടെയല്ലാതെ കക്കാടിന്റെ സഫലമീ യാത്ര വായിക്കാനാകില്ല ആർക്കും. ആർദ്രമീധനുമാസരാവുകളിലൊന്നിൽ ആതിരവരും പോകുമല്ലേ സഖി, ഞാനീ ജനലഴി പിടിച്ചൊട്ടു നിൽക്കട്ടെ, നീ എന്നണിയത്തു തന്നെ നിൽക്കൂ, ഈ പഴങ്കൂടൊരു ചുമക്കടിയിടറി വീഴാം. വേദന കൊണ്ട് ചങ്കുപിടയുമ്പോഴും സഫലമീ യാത്ര എന്ന് പറയാൻ തക്ക ചങ്കുറപ്പുണ്ടായിരുന്നു കക്കാടിന്. MP പോളിന്റെ വാക്കുകൾ കടമെടുത്തു പറഞ്ഞാൽ ആസ്വാദകന്റെ മനസ്സിൽ രക്തം ചീറ്റിച്ച കവിത. പകലറുതയ്ക്കിനി ഇത്തിരി ഇത്തിരി മാത്രം, അകലത്തൊരു താരമുദിച്ചത് പകലറുതി പൂർണ്ണവിരാമം, ചിടകെട്ടിയ പകലന്തിയോളം മനസ്സിനെ കരയിച്ച കവിത. എത്ര കൊഴുത്ത ചവർപ്പു കുടിച്ചു വറ്റിച്ചു നാം, ഇത്തിരി ശാന്തി തൻ ശർക്കര നുണയുവാൻ. കക്കാടിനെ പോലെ അക്കിത്തവും നമ്മെ കരയിച്ചിട്ടുണ്ട്, ചിന്തിപ്പിച്ചിട്ടുണ്ട്. 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം ചിന്താഭാരത്താൽ ഗഹനമാണ്. എത്ര ആവർത്തിച്ചാലും വായിച്ചു തീരില്ല അക്കവിത. അത്തരം കവിതകൾ കാലത്തെ അടയാളപ്പെടുത്തിയവ കൂടിയാണ്. നിരത്തിൽ കാക്ക കൊത്തുന്നു ചത്ത പെണ്ണിന്റെ കണ്ണുകൾ, മുല ചപ്പിവലിക്കുന്നു നരവർഗ നവാതിഥി. ജോലി കഴിഞ്ഞ് മടങ്ങുമ്പോൾ തെരുവിൽ കണ്ട കാഴ്ചയിൽ നിന്ന് അക്കിത്തം കടഞ്ഞ കവിതയാണിത്. വെളിച്ചം ദുഃഖമാണെന്നും തമസ്സല്ലോ സുഖപ്രദമെന്നും അറിയാതെ പറഞ്ഞു പോകും കവിത വായിച്ച് ഇവിടെയെത്തുമ്പോൾ. സാഭിമാനം സാഹിത്യനഗരം. ക്രിയാത്മക സഹകരണം മധു ശങ്കർ മീനാക്ഷി. സാഭിമാനം സാഹിത്യനഗരം ഇനി വെള്ളിയാഴ്ച രാവിലെ 7:10.